ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അത് അങ്ങനെ നിങ്ങൾ എൻ്റെ പുഞ്ചിരി കാണുമ്പോൾ വിചാരിക്കും ഞാൻ ഭയങ്കര സന്തോഷത്തിലാണെന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ വലിയൊരു കഥയാണ്. ഈ മുമ്പിൽ പോണ എൻ്റെ ഭർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചേ, കണ്ടോ മൈൻഡില്ലാതെ പോണത്. അതിന് വേറൊരു കാരണവും കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്ന് ഖത്തറിലെ ലാസ്റ്റ് ദിവസത്തിന് തൊട്ട് മുമ്പായിട്ട് ഈ ഒരു സ്ഥലവും കൂടി കണ്ടില്ലെങ്കിൽ മോശമാണ് പറഞ്ഞിട്ട് അവിടേക്ക് ഞങ്ങൾ കൂട്ടിയിട്ട് പോകാൻ കേട്ടോ. ഇക്കാക്കാണ് പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കണതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അത് കാരണം തന്നെ എല്ലാ സ്ഥലവും കൊണ്ട് കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ വരുന്നതിന് 2 ദിവസം മുന്നേ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ മാൾ ഓഫ് ഖത്തറിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. കിടിലൻ സ്പോട്ടാണ് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇനി അതും കൂടി കണ്ടില്ലെങ്കിൽ മോശമല്ലേ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ മെട്രോയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പോണ സമയത്ത് അതിന് മുന്നേ ഞങ്ങൾ രാവിലെ വേറൊരു പ്ലേസും കൂടി കണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ അതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫോണിൽ ഓൾറെഡി നിറയെ വീഡിയോസ് ഞാൻ അവിടെ നിന്ന് എടുത്തത് സ്റ്റോർ ചെയ്തത് ഭയങ്കര എന്താ പറയുക മെമ്മറി ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ജസ്റ്റ് നമ്മളുടെ കൈ വെറുതെ ഇരിക്കില്ലല്ലോ, വെറുതെ തോണ്ടി 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 ഫോണിൻ്റെ അവസാനം അതങ്ങോട്ട് എൻ്റെ ഫോണിൽ നിന്ന് മൊത്തമായിട്ട് വീഡിയോസ് ഞാൻ അവിടെ നിന്ന് എടുത്ത വീഡിയോസും ഫോട്ടോസും ഒക്കെ അങ്ങോട്ട് ഡിലീറ്റായി പോയിട്ടുണ്ട്. ഇക്കാക്കാണ് പറഞ്ഞ മെമ്മറീസ് സൂക്ഷിക്കുക പറഞ്ഞ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇക്ക ചെയ്തില്ലെങ്കിലും എൻ്റെ ഫോണിലാണ് ഞാൻ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ മൊത്തത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കിള്ളിപ്പാറിയ അവസ്ഥയായിരുന്നു കേട്ടോ ഇവിടെ പോകുമ്പോൾ. അത് കാരണം എനിക്ക് അധികം മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ കണ്ടു എല്ലാ സാധനവും ഒന്ന് കണ്ണുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ചോ. വലിയ ആസ്വാദനത്തിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം വീഡിയോ പോയത് തന്നെയാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. എങ്ങനെ റിക്കവറി ചെയ്തെടുക്കും എന്നുള്ളതായിരുന്നു കേട്ടോ ടെൻഷൻ. എങ്കിലും ഞങ്ങൾ വരാനായ ടൈമും കൂടി ആയതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം ടെൻഷൻ അടിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാം നാട്ടിൽ പോയിട്ട് നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വന്നു കേട്ടോ. പിന്നെ ഞാൻ ആ ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം മാൾ ഓഫ് ഖത്തറിൽ വന്നതല്ലേ, അവിടുത്തെ കാര്യങ്ങളും വൈബുകളൊക്കെ ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു മോളാണ് കേട്ടോ. ഇവിടെ കൂടുതലായിട്ട് ഷോപ്പിംഗ് അറബീസാണ് കേട്ടോ. കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. അതിന് ശേഷം നമ്മൾ അങ്ങനെ ഉള്ളിലോട്ട് പോണ സമയത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ പാർക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു. പിന്നെ ഓരോന്നിനും ഓരോ സെക്ഷനായിരുന്നു. പിന്നെ ഓരോന്നും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെ മൊത്തം മാളും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ ട്രെയിനൊക്കെ പോകണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ജസ്റ്റ് കണ്ടു. പിന്നെ അതിനുശേഷം നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് ഇതുപോലെ ഫോട്ടോസ് എടുക്കാനും പിന്നെ ഇവിടെയാണ് സ്ക്രീനിങ് TV, അതുപോലെ തന്നെ ചെറിയ സ്റ്റേജ് ഷോസൊക്കെ നടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഒക്കെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പോയ ദിവസം സ്റ്റേജ് ഷോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെയൊക്കെ ഒന്ന് നടന്ന് കണ്ട് ആസ്വദിച്ചു. പിന്നെ ഇവിടെ നിന്നെടുത്ത ഫോട്ടോസൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു ബാക്കിലൊരു ഗ്രീൻ കളറിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്തതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ നേരം ചുറ്റിക്കറങ്ങിയ ശേഷം പിന്നെ കുറച്ച് കാലൊക്കെ വേദനിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മെല്ലെ ഞങ്ങളുടെ എപ്പോഴും കഴിക്കണം ഐസ്ക്രീം അങ്ങോട്ട് കഴിക്കാൻ പോയിട്ടോ. എല്ലാ ഷോപ്സിലും പോയി പറഞ്ഞാൽ മക്ഡൊണാൾഡ്സ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ഐസ്ക്രീം കഴിച്ചു. അതിന് ശേഷം ഇക്കാക്ക് ഒരു ഷോപ്പ് കൂടി വിസിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇക്ക ആ ഷോപ്പിൽ സംസാരിക്കുന്ന നേരം ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.